സൂപ്പറായിട്ടുള്ളൊരു സിന്ദഗി. ആരുടെ സിന്ദഗിയിൽ സൂപ്പർ. ഇങ്ങനൊരു സൂപ്പർ സിന്ദഗി ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എന്താ സിന്ദഗി, അതനുസരിച്ചുള്ള സൂപ്പർ. നമ്മൾ പല സൂപ്പറുകളും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു സിന്ദഗി സൂപ്പർ പോരെ. അതെ, വളരെ ഡിഫറെന്റ് ആയിരുന്നു. അപ്പം ഈ സൂപ്പർ സിന്ദഗി നമ്മുടെ മുകേഷ് ചേട്ടന്റെ സിന്ദഗിയാണോ, ധ്യാൻ ചേട്ടന്റെ സിന്ദഗിയാണോ, കലേഷന്റെ സിന്ദഗിയാണോ, അതോ മാസ്റ്റർ ചേട്ടന്റെ ആണോ? ആരുടെയാണ് സിന്ദഗി? എല്ലാവരുടെയും സിന്ദഗി. എന്നാൽ മാത്രമേ സൂപ്പർ ആകത്തുള്ളൂ. ഒരാളുടെ മാത്രമല്ല, ഇത് നടന്ന ഒരു സംഭവമാണ്. നടന്ന കഥ എന്ന് പറഞ്ഞ ഒരാളെ പറ്റിക്കുന്ന പരിപാടിയല്ല ഇത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രജീഷ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്ന് ആ തീച്ചുളയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്ന വാക്കുകളായിട്ട് അക്ഷരങ്ങളായിട്ടും വന്ന് സ്ക്രിപ്റ്റായിട്ട് വന്ന് ഞങ്ങളടുത്ത് കഥ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റഡ് ആയി. കാര്യം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു ഒരു മലയാളിയുടെ ഒരു ഭയങ്കരമായ സ്വഭാവം, ഈസി മണി, പൈസ എങ്ങനെങ്കിലും പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം, ഇത് മലയാളി ഉണ്ടായ കാലം മുതൽക്കേ ഉള്ളതാണ്. വളരെ വർഷങ്ങളെടുത്ത് കഴിഞ്ഞാൽ നിധി തേടി പോകുന്നു, മറ്റേ ആട് മാഞ്ചിയം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് അങ്ങനെ വന്ന് വെള്ളിമൂങ്ങ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്നാലും ഇപ്പോഴും ഇത് ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോധവൽക്കരണമായിരിക്കും. ഇങ്ങനെയൊക്കെ വന്ന് ചാടിക്കല്ല പോകരുത് എന്നുള്ളത്. പക്ഷെ നമുക്ക് നല്ലപോലെ അറിയാം, സൂപ്പർ സിന്ദഗി കഴിയുമ്പോൾ നമ്മളടുത്ത് വന്ന് ചോദിക്കും, സത്യം പറയും ഈ സ്ഥലം എവിടെയാണ്, ഞങ്ങൾക്കൊന്ന് പോകാനാണ്. കാര്യം ദാറ്റ് ഈസ് മലയാളി. പക്ഷെ നമ്മളെ ശരിക്കും ഭയപ്പെടുത്തുന്ന തരത്തിൽ. അപ്പോൾ അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അത് ആ ഒറിജിനൽ സ്ഥലത്ത് തന്നെ, കാടും മലമ്പ്രദേശവും ഇങ്ങനെ കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന ഭയങ്കര മൈതാനങ്ങളും ഒക്കെയാണ്. അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അതിൻ്റെ അവരത്ര നിർബന്ധിച്ചതിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാവുന്നത്. കാര്യം അത് ഒരു ഭയാനകമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇങ്ങനെ അവിടെ പോയി അകപ്പെട്ട് കഴിഞ്ഞാൽ, ചുമ്മാ നിന്ന് കഴിഞ്ഞാലും നമ്മളുടെ ഒരു ഉൾക്കിടിലുണ്ടാവും. അങ്ങനെ അതിലൂടെ സഞ്ചരിച്ച ഒരു സിനിമയാണ്, അതാണ് സൂപ്പർ സിന്ദഗി എന്നത്. അപ്പം മുകേഷ് ചേട്ടന്റെ ക്യാരക്ടറിന്റെ പേര് മുജീബ്.